ഏറെക്കാലമായി തിരിച്ചുവരാനുള്ള വഴി തുറക്കുന്നതും കാത്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കുകയാണ് ബഹിരാകാശ പരിവേഷകയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസ്. ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണം സുനിത വില്യംസും സഹസഞ്ചാരി ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങാനാകാതെ ജൂൺ മുതൽ ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ്. ജൂൺ 7-ന് എത്തി തിരികെ 13-ന് മടങ്ങാനായിരുന്നു പദ്ധതിയെങ്കിലും പേടകത്തിന്റെ സാങ്കേതിക തകരാർ മൂലം മടക്കയാത്ര വൈകിപ്പിക്കുകയായിരുന്നു. വെള്ളത്തിലും ഭക്ഷണത്തിലും അടക്കം കർശനമായ നിയന്ത്രണത്തിലാണ് ഇവർ നിലയത്തിനുള്ളിൽ തുടരുന്നത്. ഇപ്പോൾ പുറത്തുവരുന്നത് സുനിത വില്യംസ് ബഹിരാകാശത്ത് ചീര കൃഷി ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളാണ്. ചീര ഇനത്തിൽപ്പെട്ട ലെറ്റ്യൂസ് ആണ് സുനിത കൃഷി ചെയ്യുന്നത്. എന്നാൽ ഈ കൃഷി ചീര വളർത്തി ഭക്ഷണാവശ്യത്തിന് എടുക്കാനല്ല, ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ്. പ്ലാറ്റ് ബാഹിറ്ററ്റ് 07 പരീക്ഷണം വ്യത്യസ്ത തലത്തിലുള്ള ജലലഭ്യത സസ്യവളർച്ചയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കേന്ദ്രീകരിച്ചാണ്. മൈക്രോ ഗ്രാവിറ്റിക്ക് കീഴിലുള്ള റോമൈൻ ലെറ്റൂസിന്റെ വളർച്ചാ നിരക്ക്, പോഷകാഹാര കണ്ടന്റ്, മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവ വിശകലനം ചെയ്യുന്നതിനാണ് ഈ പരീക്ഷണം. ബഹിരാകാശത്ത് കൃഷി സാധ്യമാകുമോ എന്ന കാര്യവും പരീക്ഷണത്തിൽ വ്യക്തമാകും. ബഹിരാകാശത്ത് വളരുന്ന സസ്യങ്ങൾ ഗുരുത്വാകർഷണത്തിന്റെ അഭാവം മൂലം ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ജലവിതരണം, പോഷകാഹാരങ്ങളുടെ ആഗിരണം, റൂട്ട് ഓറിയന്റേഷൻ എന്നിവയെ ബാധിക്കുന്നു. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമൊക്കെ പോകുന്ന ബഹിരാകാശ യാത്രികരെ നിലനിർത്താൻ സഹായകമാകുന്ന കാർഷിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഈ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. സസ്യവളർച്ചയെക്കുറിച്ചുള്ള നാസയുടെ പരീക്ഷണങ്ങൾ മനുഷ്യ ബഹിരാകാശ യാത്രയുടെ ആദ്യ നാളുകൾ മുതലുള്ളതാണ്. ഈ ശ്രമങ്ങൾ ക്രമാനുഗതമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു. മുൻകാല പഠനങ്ങൾ ബഹിരാകാശത്ത് ഭക്ഷ്യയോഗ്യമായ വിളകൾ വളർത്തുന്നതിനുള്ള സാധ്യത തെളിയിച്ചിട്ടുണ്ട്. സുനിത വില്യംസ് ഇപ്പോൾ നടത്തുന്ന ഈ പരീക്ഷണം വളരെ നിർണായകമാണ്. 2024 ജൂണിലാണ് ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും 8 ദിവസത്തെ ദൌത്യത്തിനായി ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. എന്നാൽ സ്റ്റാർലൈൻ പേടകം തകരാറിലായതിനാൽ തിരികെ വരാൻ സാധിച്ചില്ല. 2025 ഫെബ്രുവരിയോടെ തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം സ്മോക്ഡ് ടർക്കിയും മാഷ്ഡ് പൊട്ടറ്റോയും അടക്കമുള്ള വിഭവങ്ങളുമായി ബഹിരാകാശത്ത് താങ്ക്സ് ഗിവിംഗ് ഡേ ആഘോഷിച്ച് സുനിത വില്യംസും സംഘവും. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നതിനായാണ് എല്ലാ വർഷവും നവംബറിലെ 4-ാമത്തെ വ്യാഴാഴ്ച അമേരിക്കൻ ജനത താങ്ക്സ് ഗിവിംഗ് ഡേ ആചരിക്കുന്നത്. അമേരിക്കയ്ക്ക് വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് താങ്ക്സ് ഗിവിംഗ് ഡേ. ഭൂമിയിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഞങ്ങളെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും താങ്ക്സ് ഗിവിംഗ് ആശംസിക്കുകയാണ് എന്ന് ബുധനാഴ്ച നാസ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ യാത്രികർ പറയുന്നു. താങ്ക്സ് ഗിവിംഗ് ആഘോഷത്തിനായി ബട്ടർനട്ട് സ്ക്വാഷ്, ആപ്പിൾ, സാർഡൈൻ ഫിഷ്, സ്മോക്ഡ് ടർക്കി തുടങ്ങിയ ഭക്ഷണ വിഭവങ്ങൾ നാസ തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് ബഹിരാകാശ സഞ്ചാരികൾ വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. അടുത്തിടെ NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മറ്റ് ബഹിരാകാശ സഞ്ചാരികളായ ബുച്ച് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവർക്കൊപ്പം താങ്ക്സ് ഗിവിംഗ് ഡേ ആഘോഷിക്കുന്നതിനെക്കുറിച്ച് സുനിത വില്യംസ് സൂചിപ്പിച്ചിരുന്നു. ISS-ൽ നിന്ന് സുനിത വില്യംസ് ദീപാവലി ആശംസയും പങ്കുവച്ചിരുന്നു. മുൻപ് പലതവണ ബഹിരാകാശ ദൌത്യത്തിനായി പോയിട്ടുണ്ടെങ്കിലും അപ്രതീക്ഷിതമായാണ് ഇത്തവണ സുനിത വില്യംസിന് ബഹിരാകാശ നിലയത്തിൽ ദീർഘനാൾ കഴിയേണ്ടി വന്നത്. ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ പരീക്ഷണാർത്ഥം 8 ദിവസത്തെ ദൌത്യത്തിനായാണ് ഇക്കഴിഞ്ഞ ജൂണിൽ സുനിത വില്യംസും സഹയാത്രികനായ ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. എന്നാൽ ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിന്റെ സാങ്കേതിക തകരാറും ഹീലിയം ചോർച്ചയും കാരണം തിരിച്ചുവരവ് 8 മാസത്തേക്ക് നീട്ടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.